നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അൻപത്തിയഞ്ച് വർഷത്തെ സജീവ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി സിപിഐയുടെ ഇടുക്കിയിലെ മുതിർന്ന നേതാവ് കെ ശിവരാമൻ. ഇടുക്കി നെടുങ്കണ്ടത്ത് സ്കൂട്ടർ മറിഞ്ഞ് യുവാവ് മരിച്ചു. നെടുങ്കണ്ടം ഗുരുനഗർ മാളിയേക്കൽ അഭിജിത്താണ് മരിച്ചത്. രാജ്യത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന പെട്രോൾ ഡീസൽ വിലവർദ്ധനവിനെതിരെ ശക്തമായ പ്രതിഷേധം ശക്തമാകും. സ്ഥലപരിമിതി മൂലം വീർപ്പുമുട്ടുകയാണ് വെള്ളത്തുവൽ കുടുംബാരോഗ്യ കേന്ദ്രം. കെട്ടിടം നിർമ്മിക്കേണ്ടുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് പ്രതിസന്ധി. വിശദമായ വാർത്തകളിലേക്ക്. 55 വർഷത്തെ സജീവ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി സിപിഐയുടെ ഇടുക്കിയിലെ മുതിർന്ന നേതാവ് കെ ശിവരാമൻ. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിൽ നിന്നും തന്നെ പുറത്താക്കിയതായി അറിഞ്ഞു. പാർട്ടി അംഗമായി തുടരാൻ ആരുടെയും ഔദാര്യം വേണ്ട. പാർട്ടി മെമ്പർഷിപ്പ് രാജിവെക്കുന്നതായും കെ ശിവരാമൻ പറഞ്ഞു. എന്നെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ഘടകങ്ങളിൽ നിന്നും നീക്കം ചെയ്തതായി ഇന്നലെ പാർട്ടി സെക്രട്ടറിയുടെ പ്രസ്താവന കണ്ടു. രേഖാമൂലം എന്നെ അറിയിച്ചിട്ടൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല. 56 വർഷക്കാലം നീണ്ടുനിന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഞാനിവിടെ വിരാമം കുറിക്കുകയാണ്. പാർട്ടി മെമ്പർഷിപ്പിൽ തുടരാനുള്ള ഒരു ഔദാര്യം എന്നോട് കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം സെക്രട്ടറി ആയിരിക്കുന്ന ഒരു പാർട്ടി ഘടകത്തിൽ പാർട്ടി മെമ്പറായി തുടരുക എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിനും അത് അപമാനകരമായിരിക്കും. ഇന്നലെ എന്നെ നടപടിയെടുത്തുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ട്, പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാൻ നിരന്തരം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന പ്രസ്താവനകൾ കൊടുക്കുന്നു. മുന്നണിക്കും പാർട്ടിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ പരസ്യ പ്രതികരണങ്ങൾ നടത്തുന്നു. ഇത് വാസ്തവത്തിൽ 100% അവാസ്തവമാണ്. മുന്നണിക്ക് പ്രതിരോധം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മുന്നണിക്കെതിരായ ഒരു പ്രസ്താവന ഞാൻ കൊടുക്കാറില്ല. ഞാൻ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഈ ജില്ലയിൽ പലപ്പോഴും CPM-മായി ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ട്. അത് പാർട്ടിയുടെ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ, അല്ലാതെ ശിവരാമന് വ്യക്തിപരമായി എന്തെങ്കിലും താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ആയിരുന്നില്ല. അത് ജില്ലയിലെ പാർട്ടിക്ക് പുതിയ ചൈതന്യം കൊടുത്തിരുന്നു എന്ന് തന്നെ ഞാൻ കരുതുന്നത്. ഇപ്പോൾ നടപടിക്ക് ആധാരമായി അദ്ദേഹം പറയുന്നത് പീരുമേട്ടിലെ സ്ഥാനാർത്ഥി നിർണയം പാളിപ്പോയി, പുറത്തുനിന്ന് ആരെങ്കിലും ഇറക്കിയാൽ അതുപോലെ ജനസമ്മതിയുള്ള ആളായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞതാണ്. ശരിയാണ്, ഞാനങ്ങനെ പറഞ്ഞതാണ്. പീരുമേട്ടിലെ പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം സ്ഥാനാർത്ഥി തന്നെയാണ്. പീരുമേട്ടിലെ ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരാൾ പാർട്ടി സെക്രട്ടറിയായി എന്നതുകൊണ്ട് സാധാരണ ജനങ്ങളുമായി ബന്ധമുണ്ടാവില്ല. പാർട്ടി മെമ്പർമാരിൽ ഒരു വിഭാഗമായിട്ടുള്ള ബന്ധമേ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ഒരാളെ പീരുമേടുകാർ സ്വീകരിക്കത്തില്ല എന്നാണ് ഇതുവരെയുള്ള പീരുമേടിൻ്റെ ചരിത്രം പരിശോധിച്ചത്. എന്ന് മാത്രമല്ല, പാർട്ടിയുടെ വിവിധ ഘടകങ്ങൾ ഇപ്പോൾ കൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സ്ഥാനാർത്ഥി നിർണയം പാളിപ്പോയി എന്ന് പല മണ്ഡലങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമേ ഞാനും പറഞ്ഞിട്ടുള്ളൂ, അല്ലാണ്ട് അതിനപ്പുറത്തൊന്നും ഞാൻ പറഞ്ഞില്ല. അത് വ്യക്തിപരവുമല്ല. ഇപ്പോൾ അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വ്യക്തിപരമായി തോന്നിയെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കുറ്റമാണ്. സിപിഐയുടെ എല്ലാ ഘടകങ്ങളിൽ നിന്നും പുറത്താക്കിയ പശ്ചാത്തലത്തിൽ 55 വർഷം നീണ്ടുനിന്ന സജീവ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി മുതിർന്ന നേതാവ് കെ ശിവരാമൻ. പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ പരസ്യ പ്രസ്താവനകൾ നടത്തിയെന്ന അവാസ്തവമാണെന്ന് ശിവരാമൻ പ്രതികരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഷിനു വളക്കോട് ചേരുന്നു. ജില്ലയിലെ തന്നെ തലമുതിർന്ന നേതാവും സിപിഐയുടെ മുൻ ജില്ലാ സെക്രട്ടറിയുമായിരിക്കുന്ന ശ്രീ കെ ശിവരാമൻ നീണ്ട തന്റെ 56 വർഷത്തെ സജീവ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുകയാണ്.
നിലവിൽ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന കെ സലീംകുമാറുമായുള്ള ഭിന്നതകളെ തുടർന്നാണ് അദ്ദേഹം പരസ്യ പ്രസ്താവന നടത്തി തന്റെ രാഷ്ട്രീയ പൊതുജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ പീരുമേട് നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ 20 വർഷമായി CPI കൈവശം വെച്ചിരിക്കുന്ന മണ്ഡലം ഈ പ്രാവശ്യം കൈവിട്ടു പോവുകയും CPIയുടെ മണ്ഡലത്തിൽ CPIയുടെ നിലവിൽ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സലീംകുമാറാണ് മത്സരിച്ചത്. മണ്ഡലത്തിൽ പുറത്തു നിന്നൊരാൾ മത്സരിച്ചാൽ അത് സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ബുദ്ധിമുട്ടാകുമെന്നും തോൽവിക്ക് കാരണമാകുമെന്നും മുൻപ് ശിവരാമൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ KK ശിവരാമനും ജില്ലാ സെക്രട്ടറി സലീംകുമാറുമായിട്ട് ഉണ്ടായിട്ടുള്ള ഭിന്നതകൾ സംസ്ഥാന സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ പരിഹരിച്ചതാണ്. അതിനുശേഷമാണ് ആ നിയമസഭാ ഇലക്ഷനിലേക്ക് കടന്നത്. ആ സമയത്തുണ്ടായ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ KK ശിവരാമന്റെ ഭാഗത്തു നിന്ന് ഒരു പരസ്യ പ്രസ്താവന ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി അദ്ദേഹത്തെ ജില്ലാ കൗൺസിൽ അടക്കമുള്ള എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്തിരുന്നു. അതിന് തുടർച്ചയെന്നോണമാണ് അദ്ദേഹം ഇന്ന് തന്റെ സജീവ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നത്. 16 വർഷം CPIയുടെ ഇടുക്കി ജില്ലയിലെ മുഖവും CPIയുടെ വളർച്ചയ്ക്ക് കാരണക്കാരനുമായിരുന്ന നേതാവാണ് ശ്രീ KK ശിവരാമൻ. ആ ജില്ലയിലെ തന്നെ CPIയുടെ ഏറെ തലമുതിർന്ന നേതാവിന്റെ പടിയിറക്കം നാളുകളിൽ CPI എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇടുക്കി നെടുങ്കണ്ടത്ത് സ്കൂട്ടർ മറിഞ്ഞ് യുവാവ് മരിച്ചു. നെടുങ്കണ്ടം ഗുരുനഗർ മാളിയേക്കൽ അഭിജിത്താണ് മരിച്ചത്. 20 വയസ്സായിരുന്നു. രാവിലെ 8:30യോടെയാണ് സംഭവം. ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിലെ ജീവനക്കാരനായ അഭിജിത്ത് പമ്പിലെത്തിയ ശേഷം ഭക്ഷണം വാങ്ങുന്നതിനായി പോകുന്നതിനിടെ സ്കൂട്ടറിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ഡിവൈഡറിൽ ഇടിച്ച് റോഡിലേക്ക് മറിയുകയുമായിരുന്നു. തലയിടിച്ച് വീണ അഭിജിത്തിനെ നാട്ടുകാർ ചേർന്ന് കല്ലാറിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. നൈറ്റ് എടുത്തിട്ട് വരുന്നതായിരിക്കും. ഉറക്കൊളച്ചുണ്ടോ? രാജ്യത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു. ഇന്ധനവില വർധനവ് രാജാക്കാട്ടിൽ കോൺഗ്രസിന്റെ ശക്തമായ പ്രതിഷേധ പ്രകടനം. രാജ്യത്ത് സാധാരണക്കാരുടെ കുടുംബ ബഡ്ജറ്റ് തകർക്കുന്ന രീതിയിൽ പെട്രോൾ ഡീസൽ വില തുടർച്ചയായി വർദ്ധിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര വിപണിയിലെ വിലവ്യതിയാനങ്ങളുടെ പേര് പറഞ്ഞ എണ്ണ കമ്പനികൾ ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്നും ഇതിന് കേന്ദ്ര സർക്കാർ കൂട്ടുനിൽക്കുകയാണെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. ഇന്ധനവില വർധനവ് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് കാരണമാകുമെന്നും സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാകുമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പെട്രോളിന്റെ വില ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 106 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന പെട്രോൾ ഇന്ന് 115 രൂപയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്രൂഡോളിന്റെ വില അമിതമായി വർദ്ധിച്ചിട്ടില്ല. എന്നിട്ടും ഈ യുദ്ധത്തിന്റെയും ക്രൂഡോയിലിന്റെ പേര് പറഞ്ഞുകൊണ്ട് ക്രമാതീതമായി ഇങ്ങനെ പെട്രോളിന്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകളുടെ നടുവടിക്കുന്ന രീതിയിലുള്ള വിലവർദ്ധനമാണ് ഇവിടെ നടക്കുന്നത്. രാജാക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൗൺ ചുറ്റി പ്രധാന കവലിയിൽ സമാപിച്ചു. മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴിയിൽ, കിങ്ങിണി രാജേന്ദ്രൻ, ബെന്നി പാലക്കാട്ട്, ലിജോ മുണ്ടപ്ലാക്കൽ, KK രാജൻ, ബിജു കുട്ടുപുഴ, നന്ദകുമാർ, മിനി ബേബി, സാജു പഴപ്ലാക്കൽ, സുജിത് KK, ബാബു കൊച്ചുപുര, റെജിന, ടിൻസൺ, തങ്കച്ചൻ പുളിക്കൽ, അർജുൻ ഷിജു എന്നിവർ നേതൃത്വം നൽകി. കേന്ദ്ര സർക്കാർ ഇന്ധന വിലവർദ്ധനവ് പിൻവലിക്കാൻ തയ്യാറാകാത്ത പക്ഷം വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാകുമെന്ന കോൺഗ്രസ് നേതൃത്വം. സിറ്റി വിഷൻ, രാജാക്കാട്. സ്ഥലപരിമിതി മൂലം വീർപ്പുമുട്ടുകയാണ് വെള്ളത്തുവൽ കുടുംബാരോഗ്യ കേന്ദ്രം. ആളുകൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകുമ്പോഴും ചികിത്സാലയത്തിനായി ഇനിയും പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകാത്തതാണ് പ്രതിസന്ധിയാകുന്നത്. കെട്ടിടം നിർമ്മിക്കേണ്ടുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച പ്രതിസന്ധിയാണ് പുതിയ കെട്ടിട നിർമ്മാണത്തിന് വിലങ്ങുതടിയാകുന്നതെന്നാണ് വിവരം. ദിവസവും നിരവധിയായ ആളുകൾ ചികിത്സ തേടിയെത്തുന്ന കേന്ദ്രമാണ് വെള്ളത്തുവൽ കുടുംബാരോഗ്യ കേന്ദ്രം. മെച്ചപ്പെട്ട സേവനം രോഗികൾക്ക് ഇവിടെ നിന്ന് ലഭ്യമായി വരുന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ ചികിത്സാലയം ഇപ്പോൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. എന്നാൽ ഇവിടെ മതിയാം വിധം സ്ഥല സൗകര്യമില്ലാത്തത് ഈ ചികിത്സാ കേന്ദ്രത്തെ വീർപ്പുമുട്ടിക്കുകയാണ്. കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി പുതിയ കെട്ടിടം നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം മുമ്പ് ഉണ്ടായിരുന്നു. എന്നാൽ കെട്ടിടം നിർമ്മിക്കേണ്ടുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച പ്രതിസന്ധിയാണ്
പുതിയ കെട്ടിട നിർമ്മാണത്തിന് വിലങ്ങ് തടിയാകുന്നതെന്ന് വെള്ളത്തൂവൽ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം KB ജോൺസൺ പറഞ്ഞു. ഈ 3-4 പ്രദേശത്തെ മുഴുവൻ രോഗികൾക്കും ആശ്രയമായിട്ടുള്ള ഏക ആശുപത്രിയായത്. അവിടെ നമുക്ക് 3 നില കെട്ടിടം പണിയാനും അതിനുവേണ്ട എല്ലാ സംവിധാനവും 70 സെൻറ്റ് സ്ഥലവും ഉള്ളതാണ്. 20 കിടക്കകൾ വരെ ഉൾപ്പെടുന്ന ഒരു ആശുപത്രിക്കാണ് ഈ സംവിധാനമെല്ലാം നമ്മൾ ചെയ്തു വച്ചേക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പുതിയ സർക്കാരെങ്കിലും ഇതിനൊരു നടപടി സ്വീകരിക്കണം. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച ധാരണയിലെത്തേണ്ടുന്ന വകുപ്പുകൾ ഏറ്റവും വേഗത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളണമെന്ന ആവശ്യം. സാധാരണക്കാരായ ആളുകൾ ചികിത്സ തേടുന്ന കേന്ദ്രത്തിന് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്ന സൗകര്യം ഇനിയും വൈകിപ്പിക്കരുതെന്നും ആവശ്യമുയരുന്നു. സിറ്റി വിഷൻ, അടിമാലി. ഏലപ്പാറ തണ്ണിക്കാനത്ത് നിർമ്മിച്ച കാർഷിക വിപണന കേന്ദ്രം പ്രവർത്തനമില്ലാതെ കാട് കയറി നശിക്കുന്നു. 2017-18 വർഷത്തിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്താണ് ഇവിടെ കാർഷിക വിപണന കേന്ദ്രം നിർമ്മിച്ചത്. തുടക്കത്തിൽ കുറച്ചുനാളിത് പ്രവർത്തിച്ചെങ്കിലും പിന്നീട് നിലയ്ക്കുകയായിരുന്നു. കെട്ടിടം വെറുതെ കിടന്ന് നശിക്കാതെ വേണ്ടവിധം ഇത് പ്രയോജനപ്പെടുത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് 2017-18 വർഷത്തിൽ നിർമ്മാണം തുടങ്ങി 2019-20 വർഷത്തിലാണ് കെട്ടിടത്തിന് നിർമ്മാണം പൂർത്തീകരിച്ചത്. ഏലപ്പാറ തണ്ണിക്കാനത്ത് കൃഷിഭവനോട് ചേർന്നാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. അന്നത്തെ ഡിവിഷൻ മെമ്പറായിരുന്ന സിറിയക് തോമസാണ് ഈ കെട്ടിട നിർമ്മാണത്തിനായി 15 ലക്ഷം രൂപ അനുവദിച്ചത്. കെട്ടിടം പണി പൂർത്തീകരിച്ചതും. എന്നാൽ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് കുറച്ചു നാളുകൾ മാത്രമാണ് ഇത് പ്രവർത്തിച്ചത്. ഇതിനുശേഷം ഇതിന്റെ പ്രവർത്തനം നിലച്ചുപോവുകയായിരുന്നു. നിലവിൽ ഈ കെട്ടിടം കാടുകയറി നശിക്കുകയാണ്. ഏലപ്പാറ പഴയ വില്ലേജ് ഓഫീസിൻ്റെ തൊട്ടടുത്ത് കാർഷിക വികസന കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേമനിധി ഒരു ഓഫീസ് തുറന്നായിരുന്നു. 2021-ലാണ് അതിൻ്റെ ഉദ്ഘാടനം നടന്നത്. ഇതുവരെ അത് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടുമില്ല. അതുകൊണ്ടൊരു പ്രയോജനവും പെട്ടിട്ടില്ല. അവിടെ കാട് കയറി ഭയങ്കരമായിട്ട് കിടക്കുകയാണ്. പാമ്പും ഒക്കെയാണ് അവിടെ ഭയങ്കരം. അതുകൊണ്ട് എത്രയും വേഗം അത് തുറന്നു കൊടുക്കണമെന്നും അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അത് തുറന്നു കൊടുക്കണമെന്നും. ഏലപ്പാറയിലെ കാർഷിക മേഖലയുടെ ഉന്നമനം ലക്ഷ്യം വെച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ എത്തിച്ച് വിപണനം നടത്തുകയായിരുന്നു ലക്ഷ്യങ്ങൾ. എന്നാൽ തുടക്കത്തിൽ ഇതെല്ലാം കൃത്യമായി നടന്നു. പിന്നീടിത് നിലച്ചു. ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ ഈ കെട്ടിടം കർഷകർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഇതിന്റെ പ്രവർത്തനം തുടങ്ങണമെന്ന ആവശ്യമാണ് വരുന്നത്. സിറ്റി വിഷൻ, ഉപ്പുതറ. രാജാക്കാട് ടൗണിൽ ജൂൺ മാസം 1-ാം തീയതി മുതൽ നടപ്പിലാക്കുന്ന പുതിയ ട്രാഫിക് പരിഷ്കരണത്തിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ടൗണിലെ ബസ് സ്റ്റോപ്പുകൾ അടയാളപ്പെടുത്തിയാണ് ആദ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഇടുക്കി ജില്ലയിലെ പ്രമുഖ മലയോര വ്യാപാര കേന്ദ്രമായ രാജാക്കാട് ടൗണിൽ ജൂൺ മാസം 1-ാം തീയതി മുതൽ നടപ്പിലാക്കുന്ന പുതിയ ട്രാഫിക് പരിഷ്കരണത്തിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ടൗണിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി പഞ്ചായത്ത്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്, പൊതുമരാമത്ത് വകുപ്പ്, വ്യാപാരി സംഘടനകൾ, പൊതുപ്രവർത്തകർ, വിവിധ ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ, സ്കൂൾ അധികൃതർ, ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, സമുദായ സംഘടന ഭാരവാഹികൾ, മാധ്യമപ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പുതിയ ക്രമീകരണങ്ങൾ ഒരുക്കുന്നത്. അതിന്റെ ഭാഗമായി ടൗണിലെ ബസ് സ്റ്റോപ്പുകൾ അടയാളപ്പെടുത്തി. 1-ാം തീയതി മുതൽ നമ്മുടെ രാജാക്കാട് ടൗണിന്റെ ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. ബസ് സ്റ്റോപ്പ് പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇന്ന് അതിന്റെ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. വരയ്ക്കാനുള്ള പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. എല്ലാവരും ആ നിയമം പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് അറിയിക്കാനുള്ളത്. എല്ലാ ബസ് ഉടമകളും അതുപോലെ തന്നെ യാത്രക്കാരും നിർദ്ദേശിച്ചിരിക്കുന്ന ബസ് സ്റ്റോപ്പിൽ എത്തിച്ചേരുകയും അതേപോലെ തന്നെ യാത്ര സുഗമമാക്കി മാറ്റുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ, രാജാക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർ അഭിജിത്ത് MS, ടൗൺ വാർഡ് മെമ്പർ ജോഷി കന്യാകുഴിയിൽ, മിനി ബേബി, സന്ധ്യ ബൈജു, അസിസ്റ്റന്റ് സെക്രട്ടറി ജോൺസൺ, അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രീതു പുഷ്പൻ, ക്ലർക്ക് ബിജുമോൻ എന്നിവർ നേതൃത്വം നൽകി. 1-ാം തീയതി മുതൽ ടൗണിൽ ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. പുതിയ ക്രമീകരണം വരുന്നതോടെ രാജാക്കാട് ടൗണിലെ ഗതാഗതക്കുരുക്കിന് വലിയൊരു പരിധിവരെ ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സിറ്റി വിഷൻ, രാജാക്കാട്. നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. എന്നാൽ ശേഷിച്ച ടൈൽ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ റോഡരികിൽ തന്നെ ഉപേക്ഷിച്ച നടപടിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഏലപ്പാറ സർക്കാർ ഹോമിയോ ആശുപത്രിയുടെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറ്റിയ പഴയ ടൈലിന്റെ അവശിഷ്ടങ്ങളാണ് ആശുപത്രിക്ക് മുന്നിൽ റോഡരികിൽ ഇട്ടിരിക്കുന്നത്. കഴിഞ്ഞ നാളിലാണ് ഏലപ്പാറ സർക്കാർ ഹോമിയോ ആശുപത്രിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. പ്രധാനമായും തകർന്ന പഴയ ടൈലുകൾ മാറ്റി പുതിയത് സ്ഥാപിക്കുകയാണ് ചെയ്തത്.
എന്നാൽ പൊളിച്ചുമാറ്റിയ പഴയ ടൈലുകൾ ആശുപത്രിക്കു മുന്നിൽ റോഡരികിൽ നിക്ഷേപിച്ചതിനെതിരെയാണ് പ്രതിഷേധമുയരുന്നത്. ഈ ടൈലുകൾ ഇവിടെ ഇട്ടിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു. ബന്ധപ്പെട്ട അധികൃതർ ഇവിടെ നിന്നും ഇത് മാറ്റുവാൻ ഇതുവരെയും നടപടി സ്വീകരിച്ചിട്ടില്ല. ഏലപ്പാറ ഹോമിയോ ആശുപത്രിയുടെ ടൈൽ നവീകരിച്ചപ്പോൾ ആ വേസ്റ്റായ ടൈൽ മൊത്തം റോഡിലിട്ടേക്കാണ്. ഇപ്പോൾ ഫുട്പാത്ത് വഴി ആർക്കും നടക്കാനോ മറ്റു കാര്യങ്ങളോ പറ്റില്ല. അപ്പോൾ മഴ പെയ്ത് കഴിയുമ്പോൾ ആ ടൈൽ ഒലിച്ച് ഓടയിൽ വീഴുകയും ഓട ബ്ലോക്ക് ആവുകയും ചെയ്യുന്നതായിരിക്കും. അതിന് ഒരു നടപടി ചെയ്ത് കൊടുക്കണമെന്നാണ് താഴ്മ ആവശ്യം. മഴവെള്ളവും മലിനജലവും ഒഴുകിപ്പോകുന്ന ഓടയ്ക്ക് സമീപത്താണ് ടൈലുകൾ ഇട്ടിരിക്കുന്നത്. കൂടാതെ റോഡരികിലൂടെ കാൽനട യാത്രക്കാർ സഞ്ചരിക്കുന്നതുമാണ്. ശക്തമായ മഴ പെയ്യുന്ന സമയത്ത് ഈ ടൈലുകൾ ഓടയിലേക്ക് വീണ് മലിനജലം ഒഴുകിപ്പോകുന്നതിന് തടസ്സമുണ്ടാകുന്നുണ്ട്. ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ ഈ ടൈലുകൾ ഇവിടെ നിന്നും മാറ്റണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു. ഇടവേള. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. Kripa Medicals, SNDP Shopping Complex, Central Junction and Market Road, Rajakad. The number 1 health provider. Kripa Medical Center. We create better health. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. പിണറായി വിജയന്റെ വീട്ടിലെ ED റെയ്ഡിൽ പ്രതിഷേധിച്ച് ഇടുക്കിയിൽ CPM പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. കട്ടപ്പനയിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഏലപ്പാറ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ക്ലാസിക് 11 ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗുകളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. നിയുക്ത പീരുമേട് MLA അഡ്വക്കേറ്റ് സിറിയക് തോമസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. 55ഓളം വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ നൽകിയത്. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ഏലപ്പാറയിലെ വിവിധ മേഖലകളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഏലപ്പാറ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ക്ലാസിക് 11 ക്ലബിന്റെ നേതൃത്വത്തിലാണ് പഠനോപകരണങ്ങൾ നൽകിയത്. ഉണർവ് 2026 പദ്ധതിയുടെ ഭാഗമായി
55 വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗുകളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ആദ്യഘട്ടത്തിൽ 40 കുട്ടികൾക്ക് സഹായം നൽകാനായിരുന്നു ക്ലബിന്റെ തീരുമാനം. എന്നാൽ നാട്ടുകാരുടെയും സഹൃദയനായ വ്യക്തികളുടെയും പിന്തുണയും സഹകരണവും മൂലം പദ്ധതി 55 വിദ്യാർത്ഥികളിലേക്ക് വ്യാപിപ്പിക്കാൻ സാധിച്ചു. പദ്ധതിക്കാവശ്യമായ തുക വീടുകളിൽ നിന്ന് ശേഖരിച്ച അക്രി സാധനങ്ങൾ വിറ്റ് ലഭിച്ച തുകയും വിവിധ വ്യക്തികളുടെ സംഭാവനകളും ഉൾപ്പെടുത്തിയാണ് സമാഹരിച്ചത്. ചെറിയ സഹായങ്ങൾ ഒന്നിച്ചു ചേർന്നപ്പോൾ വലിയൊരു നന്മയ്ക്ക് വഴിയൊരുങ്ങുകയായിരുന്നു. ഏലപ്പാറ വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങ് പീരുമേട് MLA അഡ്വക്കേറ്റ് സിറിയക് തോമസ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് അജയ് മോൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് OS ഉമർ ഫാറൂഖ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് താജുദ്ദീൻ, അഫിൻ ആൽബർട്ട്, ടോണി കുര്യൻ, ഷാജി ഹമീദ് ഒമാനിൽ, നാസർ MP, അഭിലാഷ് PJ, അനിൽ C. പോൾ എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ ഉപ്പുതറ. മഴക്കാലം എത്തുന്നതിന് മുന്നോടിയായി പകർച്ചവ്യാധികൾ തടയാനും പരിസര ശുചിത്വം ഉറപ്പാക്കാനും പൈന വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. നവചൈതന്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞം നടന്നത്. പൈനാവ് മേഖലയിലെ ടൗൺ പ്രദേശങ്ങളും ഗവൺമെന്റ് UP സ്കൂളും പരിസര പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്ത് പരിസരം വൃത്തിയാക്കുകയും വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശങ്ങൾ ശുചീകരിക്കുകയും ചെയ്തു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിജി കണ്ണൻ ശുചീകരണ യജ്ഞത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ മഴക്കാല ശുചീകരണ പ്രവർത്തനമാണ് ആരംഭിച്ചിരിക്കുന്നത്. ക്ലബിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങനെയൊരു പ്രവർത്തനം ചെയ്യാൻ മനസ്സ് കാണിച്ച ക്ലബ് ഭാരവാഹികൾക്കും വാർഡ് മെമ്പർ അമ്മിനി ജോസ് ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മഴക്കാലത്ത് പകർച്ചവ്യാധികൾ വ്യാപിക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണക്കിലെടുത്താണ് ഈ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ അറിയിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് ബിനു ബി, സെക്രട്ടറി ക്രിസ്റ്റിൻ ബെന്നി എന്നിവരുടെ നേതൃത്വത്തിൽ നിരവധി ക്ലബ്ബംഗങ്ങളും നാട്ടുകാരും ശുചീകരണ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തു. സിറ്റി വിഷൻ ഇടുക്കി. ഉളുപ്പോണി ജനതയ്ക്ക് ആശ്വാസഹസ്തമായി MLA. ഭൂമി പ്രശ്നം പരിഹരിക്കുന്നതിനായി യോഗം വിളിച്ചതാണ് പ്രദേശവാസികളുടെ ആശങ്ക അകറ്റിയത്. റവന്യൂ ഭൂമിയും കർഷക ഭൂമിയും അളന്നു തിരിച്ച് നടപടികൾ സ്വീകരിക്കുമെന്ന് MLA പറഞ്ഞു. ഏലപ്പാറ ഉളുപ്പോണിയിൽ ഭൂമി പ്രശ്നം പരിഹരിക്കുന്നതിനായി യോഗം വിളിച്ചതാണ് പ്രദേശവാസികളുടെ ആശങ്ക അകറ്റിയത്. ഇടുക്കി ജില്ലയിലെ വിവിധ ഡാമുകൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് 440 ഹെക്ടർ ഭൂമി പ്രശ്നപരിഹാരത്തിനായി റവന്യൂ വകുപ്പിന് വർഷങ്ങൾക്ക് മുൻപ് ലഭിച്ചെന്നും ഇതിൽ നിന്നും വനം വകുപ്പിനുള്ള 140 ഹെക്ടർ സ്ഥലം അളന്നു തിരിക്കാൻ എരുമേലി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയതായാണ് പ്രദേശവാസികളിൽ ആശങ്ക പകർത്തിയത്. ഉടൻ പ്രദേശവാസികൾ MLA സിറിയക് തോമസിനെ വിവരമറിയിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതുവരെ സ്ഥലമളക്കുന്ന പ്രക്രിയ നിർത്തിവെക്കണമെന്ന റേഞ്ച് ഓഫീസർക്ക് നിർദ്ദേശം നൽകുകയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിർത്തിവെക്കുകയും ചെയ്തു. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി സിറിയക് തോമസിന്റെ നിർദ്ദേശപ്രകാരം ഏലപ്പാറ പഞ്ചായത്ത് ഹാളിൽ അവലോകന യോഗം വിളിച്ച് പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നിലനിൽക്കുന്ന കർഷകരും ഫോറസ്റ്റ് വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുമായി ഉള്ള തർക്കം ഇന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ തന്നെ കർഷക പ്രതിനിധികളെയും പഞ്ചായത്ത് അംഗങ്ങളെയും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളെ എല്ലാവരും പങ്കെടുത്ത യോഗത്തിൽ വെച്ച് കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് യഥാർത്ഥ വസ്തുതകളൊക്കെ എല്ലാവരെയും ബോധ്യപ്പെടുത്തി റവന്യൂവിൻ്റെയും ഫോറസ്റ്റിൻ്റെയും സംയുക്ത പരിശോധനയിൽ അവർ കർഷകരുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് റവന്യൂ വകുപ്പിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇക്കാര്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി റവന്യൂ ഭൂമിയും കർഷക ഭൂമിയും അളന്നു തിരിച്ച നടപടികൾ സ്വീകരിക്കുമെന്ന് MLA പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് ഉമർ ഫാറൂഖ്, റേഞ്ച് ഓഫീസർ ദിലീപ് ബി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചിത്ര, ആൻഡപ്പൻ N. ജേക്കബ്, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, കർഷക പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ ഉപ്പുതറ. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം.
22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്, 92.5 വെള്ളി ആഭരണങ്ങൾ, എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 14,510 രൂപ, പവന് 1,16,080 രൂപ, വെള്ളി ഗ്രാമിന് 290 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അൻപത്തിയഞ്ച് വർഷത്തെ സജീവ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി സിപിഐയുടെ ഇടുക്കിയിലെ മുതിർന്ന നേതാവ് കെ ശിവരാമൻ. ഇടുക്കി നെടുങ്കണ്ടത്ത് സ്കൂട്ടർ മറിഞ്ഞ് യുവാവ് മരിച്ചു. നെടുങ്കണ്ടം ഗുരുനഗർ മാളിയേക്കൽ അഭിജിത്താണ് മരിച്ചത്. രാജ്യത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന പെട്രോൾ ഡീസൽ വിലവർദ്ധനവിനെതിരെ ശക്തമായ പ്രതിഷേധം ശക്തമാകും. സ്ഥലപരിമിതി മൂലം വീർപ്പുമുട്ടുകയാണ് വെള്ളത്തുവൽ കുടുംബാരോഗ്യ കേന്ദ്രം. കെട്ടിടം നിർമ്മിക്കേണ്ടുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച പ്രതിസന്ധി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.